Welcome dear students. In this video we will learn about features of receipts and payments account. First feature is it is a real account. It deals only with cash and bank transactions which are real assets. Then second feature, it is prepared from cash book at the end of the year. See, receipts and payments account is prepared using cash book at the end of accounting year. Then it starts with opening balance of cash and bank balance. Then it ends with closing cash balance and bank balance. The bank balance can be bank overdraft. Okay. ഈ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ ക്യാഷ് ബുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന് ക്യാഷ് ബുക്ക് പോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും. Then it records all cash and bank receipts and payments of both capital and revenue nature. ഇതെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും അതുപോലെ തന്നെ ബാങ്ക് റെസിപ്റ്റ്സും റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റ്സും ബാങ്ക് പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻസും അതുപോലെ റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. Then next, it includes items relating to previous year, current year and next year if cash is received or paid. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ പ്രീവിയസ് ഇയറിലെ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, കറണ്ട് ഇയറിലെ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, നെക്സ്റ്റ് ഇയറിലെ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ബട്ട് ശ്രദ്ധിക്കേണ്ടത് ഇഫ് ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. നമ്മൾ ഈ വർഷത്തിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഇയറിലാണ് 2026 നമുക്ക് 25 കിട്ടാനുള്ള ഒരു എമൗണ്ട് 26 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ എമൗണ്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. കാരണം അതെന്താണ്? അത് ഈ വർഷമാണ് കിട്ടിയത്, അല്ല ആക്ച്വലി റിസീവ് ചെയ്യുന്നത് ഈ വർഷമാണ്. അപ്പോൾ ക്യാഷ് നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ റെസിപ്റ്റ് സൈഡിൽ നമ്മളത് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ഒരു പേയ്മെന്റ്, അതായത് 2027 ഒരു പേയ്മെന്റ് 2026 ചെയ്തു, നമ്മൾ 2026 റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ആ പേയ്മെന്റ് കാണിക്കും. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ആ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഇവിടെ എന്ത് ഇൻക്ലൂഡ് ചെയ്യില്ല? ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. ഡസ് നോട്ട് റെക്കോർഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകംസ് ഓർ നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്സ് എക്സെട്ര. ഇവിടെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതെന്ത് ഇല്ല? ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്പെൻസ്, അതായത് നമ്മൾ പേ ചെയ്തിട്ടില്ലല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ പേ ചെയ്തിട്ടില്ല, അപ്പോൾ അത് റെക്കോർഡ് ചെയ്യില്ല. അതുപോലെ തന്നെ അക്രൂഡ് ഇൻകംസ്, നമുക്ക് കിട്ടാനുള്ള ഇൻകം കിട്ടിയിട്ടില്ല, ആക്ച്വലി റിസീവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യില്ല? എൻ്റർ ചെയ്യില്ല. അതുപോലെ തന്നെ നോൺ ക്യാഷ് ഐറ്റംസ്, ഡിപ്രീസിയേഷനും അതുപോലെ ബാഡ് ഡെപ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നോൺ ക്യാഷ് ഐറ്റംസ് ആണ്, നമുക്ക് ക്യാഷ് ആയിട്ട് പോകുന്ന എക്സ്പെൻസ് അല്ലല്ലോ, നോൺ ക്യാഷ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഈ ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിപ്റ്റ് സൈഡിൽ വരും, ക്യാഷ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് സൈഡിൽ വരും. അത് കറണ്ട് ഇയറിലതായിക്കോട്ടെ, പ്രീവിയസ് ഇയറിലതായിക്കോട്ടെ, നെക്സ്റ്റ് ഇയറിലതായിക്കോട്ടെ വരും. ഓക്കെ. പക്ഷേ ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യാത്ത എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ഇൻകം ആണ്, കിട്ടാനുള്ളതാണ് പക്ഷേ കിട്ടിയിട്ടില്ല, ഇങ്ങനെയുള്ള ഇൻകംസ് ഒന്നും എവിടെ വരില്ല. ഇൻകംസ് ആൻഡ് എക്സ്പെൻസുകൾ എന്തിൽ വരില്ല? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. Okay, next feature, all receipts are shown on the debit side and all payments are on the credit side. Then it does not show profit or loss or surplus or deficit, it shows only cash position. Okay, ഈ അക്കൗണ്ടിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും? നമ്മുടെ ക്യാഷ് പൊസിഷൻ ആയിരിക്കും. ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ബാലൻസ് ആയിരിക്കും. ക്ലോസിംഗിലെ നമ്മുടെ ക്യാഷിന്റെ ബാലൻസ് അല്ലെങ്കിൽ ബാങ്കിന്റെ ബാലൻസ് ആയിരിക്കും. Next, let's see difference between receipts and payments account and cash book. Okay, നമ്മളിപ്പോൾ പറയുന്ന സമയത്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ക്യാഷ് ബുക്കിന് സിമിലർ ആയിട്ടുള്ള അക്കൗണ്ട് ആണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ശരിയാണ്, ക്യാഷ് ബുക്കിന് സിമിലർ ആയിട്ടുള്ള അക്കൗണ്ട് തന്നെയാണ്. പക്ഷെ എന്തുണ്ട്? ചെറിയ വ്യത്യാസങ്ങളുണ്ട്, നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ. ക്യാഷ് ബുക്ക് ഈസ് എ പ്രിൻസിപ്പൽ ബുക്ക് or it is also called subsidiary book, but receipts and payments account is a memorandum account, it is a summary statement. Okay, ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കും. ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലോട്ട് വരുമ്പോൾ ഇതൊരു മെമ്മോറാണ്ടം അക്കൗണ്ട് ആണ്, ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്.
റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടൈം ഓഫ് പ്രിപ്പറേഷൻ, നെക്സ്റ്റ് ഡിഫറൻസ്, ഇറ്റ് ഈസ് റിട്ടേൺ റെഗുലർലി ത്രൂ ഔട്ട് ദി ഇയർ. ക്യാഷ് ബുക്ക് റെഗുലറായിട്ട് ഓരോ ദിവസവും ഓരോ ട്രാൻസാക്ഷൻസും നടക്കുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ബട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്, യൂഷ്വലി at the year end. Then basis of recording, here transactions are recorded date wise in detail. ക്യാഷ് ബുക്കിൻ്റെ കേസിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ഡേറ്റ് വൈസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആർ നോട്ട് റെക്കോർഡഡ് ഡേറ്റ് വൈസ്, ഇറ്റ് ഓൺലി ടോട്ടൽസ് ആർ ഷോൺ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഡേറ്റ് വൈസ് ഓരോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യില്ല, ഒരു ടോട്ടലാണ് കാണിക്കുക. സബ്സ്ക്രിപ്ഷൻ നമ്മൾ പല സമയങ്ങളിലായിട്ടായിരിക്കും റിസീവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഇപ്പോൾ ക്ലബ്ബൊക്കെ ആണെങ്കിൽ ക്ലബ്ബിലെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ടായിരിക്കും. ഈ സബ്സ്ക്രിപ്ഷൻ പല ആളുകളും പല ദിവസങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്ലബ്ബിൽ പേ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആളുകളും ഏതൊക്കെ ഡേറ്റിലാണ് പേ ചെയ്തിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എവിടെ ഉണ്ടായിരിക്കും, ക്യാഷ് ബുക്കിൽ ഉണ്ടായിരിക്കും. പക്ഷേ ആ വർഷം കിട്ടിയ മൊത്തം സബ്സ്ക്രിപ്ഷൻ്റെ ടോട്ടൽ മാത്രമാണ് എവിടെ ഉണ്ടായിരിക്കുക, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുക. ഇതാണ് ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഫോം. It's a detailed record of each cash and bank transactions. As I said, it shows, cash book shows detailed record of cash and bank transactions, but receipts and payments account shows summary of cash and bank receipts and payments. Okay, so receipts and payments എന്ന് പറയുമ്പോൾ സമ്മറി ആയിരിക്കും, ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഫോം ആണ്. ദെൻ പൊസിഷൻ ഇൻ അക്കൗണ്ട്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയുടെ പാർട്ടാണ് അല്ലേ. ബട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ടിൻ്റെ പാർട്ടാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു പാർട്ടാണ് ഏത്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഹൂ പ്രിപ്പയർഡ് ഇറ്റ്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ബോത്ത് പ്രോഫിറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ക്യാഷ് ബുക്ക് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള സ്ഥാപനങ്ങളും നോൺ പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള സ്ഥാപനങ്ങളും ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും. ബട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മാത്രമാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.